എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി മെത്തേഡ് ഉപയോഗിച്ച് ലഡുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 3/4 കപ്പ് കടലമാവും അല്പം ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാതെ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലഡു ബൂന്തി നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തൊന്നും എടുക്കാതെയാണ് നമ്മളിവിടെ ലഡു തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് ഒരു ബ്രഷ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. നോക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇത് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് അങ്ങ് അടച്ച് ഒരു 10 മിനിറ്റോളം വെച്ച് വേവിച്ചെടുത്താൽ, മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇത് നമ്മൾ ഒഴിച്ചു വെച്ച മാവ് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എടുത്തു മാറ്റണം. എന്നിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കുക. അത് കഴിഞ്ഞ് ഇതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം. ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. റെഡിയായി വന്നിട്ടുണ്ട്. ലഡു ബൂന്തിക്ക് പകരമുള്ള സാധനമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് പൊടിഞ്ഞും പോയിട്ടില്ല, എന്നാൽ ചെറിയ തരികളായിട്ട് വന്നിട്ടുമുണ്ട്. ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലഡു ബൂന്തിക്ക് പകരമുള്ള സാധനമില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ച ആ നെയ്യിൻ്റെ ഇതെല്ലാ ഭാഗത്തും ഒന്ന് എത്തത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര എടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പും ഒരു ടേബിൾ സ്പൂണോളം കൂടുതലും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉരുകി വരണം. ഒരു പഞ്ചസാര പാനി പോലെ, അതായത് സിറപ്പ് പോലെ വരണം. അത് ഒരു നൂൽ പരുവമാകുമ്പോൾ നമ്മളിതിലേക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരുപാടൊന്നും വേണ്ട, ഒരല്പം, ഇത് കളറൊന്നും അല്ല ചേർക്കുന്നത്, അത് ഒന്ന് ഇളക്കി കൊടുക്കണം. ലഡുവിനൊരു കുറച്ചും കൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചേർത്തില്ലെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചേർക്കുന്നത് ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനിയും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മളവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പഞ്ചസാര പാനി കിടന്ന് ഇത് നല്ലതുപോലെ ആ മധുരം ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കണം. കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയും ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് ഉണക്കമുന്തിരി, അതുപോലെ അല്പം കൽക്കണ്ടം, ചെറിയ കൽക്കണ്ടമായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൽക്കണ്ടമൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി, ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഞാനിപ്പോൾ കുറച്ച് ചേർത്തു എന്ന് മാത്രം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആയി വരുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇതേ കണ്ട നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്നൊന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ നമുക്ക് ഉരുട്ടി ലഡുവിൻ്റെ പരുവത്തിൽ ഉണ്ട പിടിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഒരുപാട് ചൂടാറിപ്പോയി കഴിഞ്ഞാൽ ഉണ്ട ഉരുട്ടാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ കയ്യിൽ ഒന്ന് നെയ്യൊന്ന് തടവിയിട്ട് നമുക്കൊരു ചെറു ചൂടോടു കൂടി തന്നെ ഇത് ഉരുട്ടി എടുക്കണം. അത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ട് എനിക്കൊരു 6 ലഡ്ഡു ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല മോയിസ്റ്റായിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. നല്ലതാണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്നു വേണമെങ്കിൽ പറയാം. അതേപോലെ സോഫ്റ്റാണ്, ആവശ്യത്തിന് മധുരമുണ്ട്. ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതൊന്നുമല്ല, നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ എണ്ണയൊന്നും ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ലഡ്ഡു റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട.